ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മളിത് ഇല്ലിക്കക്കല്ലിലോട്ട് പോക്ക്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന മേലെ കഴിഞ്ഞിട്ടുള്ള അടുത്തുള്ള സ്റ്റോപ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ പോക്ക് എന്തായാലും പോവുകയാണ്. കാര്യം പറഞ്ഞാൽ നല്ല മഴയാണ്. അത്യാവശ്യം നല്ല മഴയുണ്ട് ഇന്നത്തെ ദിവസം. എല്ലാം കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു എന്താ പറയാനാ, ശോകമായിട്ടുള്ള ദിവസമാണ്. അപ്പോൾ ചേച്ചി പോവാം. ഓക്കെ. അപ്പോൾ എല്ലാം കൂടെ നോക്കിയിട്ട് ഭയങ്കര ഒരു ശോകം നിറഞ്ഞൊരു ദിവസമാണ്. നമ്മൾ ഇല്ലിക്കക്കല്ല് പോകാൻ വേണ്ടി വന്നതാണ്. കാര്യം പറഞ്ഞാൽ നല്ല മഴയാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കയറ്റി വിടുകയോ ഇല്ലയെന്നൊന്നും അറിയാൻ പാടില്ല. എന്താണേലും ഇപ്പം അതിൻ്റെ താഴ്ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട്. കാര്യം പറഞ്ഞാൽ എന്താ പറയാനാ, എത്തുമോ ഇല്ലയോ, എത്തും. പക്ഷേ വേറെ സീൻ എന്താണെന്ന് വെച്ചാൽ എൻ്റെ മുകളിലോട്ട് മഴയൊക്കെ ആയതുകൊണ്ട് അവർ കയറ്റി വിടുമെന്നാണ് ഒരു ഡൗട്ട്. ആ ഒരൊറ്റൊരു പ്രശ്നം മാത്രമേ നമ്മൾക്ക് നിലവിലിപ്പോൾ. എന്താണെങ്കിലും ഇവിടം വരെ എത്തി. എന്തായാലും അതിൻ്റെ മകൾ വരെ പോയിട്ട് എന്തായാലും വരാം. ഇതൊക്കെ കാരണം വണ്ടി കുറച്ച് നേരം എന്താ പറയുക, നമ്മൾ മഴയൊക്കെ പറയാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാൻ നിന്നു. ചേട്ടാ, ഇല്ലിക്കക്കല്ല് എത്ര കിലോമീറ്റർ ഉണ്ട്? 9 കിലോമീറ്റർ. ഓക്കെ. ഇപ്പം കയറ്റി വിടുമോ ചെന്നാ? ഓക്കെ. ഓക്കെ ഗൈസ്, ഇല്ലിക്കക്കല്ല് ചെയ്യേണ്ട വഴിയാണ്. ഇല്ലിക്കക്കല്ല് അടുക്കാറാകുമ്പോഴത്തേക്കും കാണുന്നൊരു ഇതാണ് ഗൈസ്, ഈ 2 കല്ലുകൾ. അപ്പോൾ നമ്മളിത് ഇല്ലിക്കക്കല്ലിലോട്ട് മെയിൻ എൻട്രൻസ് കയറിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ തന്നെ ഇതിനെ കയറി വരുമ്പോൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, അപകട സാധ്യത മേഖല സൂക്ഷിക്കുക എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അത്യാവശ്യം നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കണം. അതുപോലെ കാര്യം പറഞ്ഞാൽ അത്യാവശ്യം ടാസ്ക് പിടിച്ച സ്ഥലമൊക്കെ തന്നെയാണ്. മഴക്കാലമൊക്കെ കഴിഞ്ഞാൽ എന്താ പറയുക, കയറ്റി വിടുകയെന്നാണ് എൻ്റെ ഒരു അറിവിൽ. കാരണം ഇപ്പം മഴക്കാലത്ത് നോർമലി പായൽ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു അവിടെ എന്താണ് കയറ്റി വിടാറില്ല. മഴക്കാലമാകുമ്പോൾ ഈ കോസ്റ്റാണ് അവിടെ. എൻ്റെ ഒരു അറിവിൽ അങ്ങനെയാണ്. അത്യാവശ്യം നല്ല മഴയുണ്ട് കേട്ടോ എൻ്റെ പോക്കിൽ. എന്നാലും നല്ല മഴയാണ്. കാര്യം നമുക്ക് നമ്മുടേതായ ഒരു ഗൈസ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോയെന്നറിയില്ല. ഇതുണ്ടോ കോട പറക്കണേ. അപ്പോൾ ഗൈസ് ഇതേ കണ്ടോ കോട പറന്ന് പോണേ. അപ്പോൾ ഇത്രയും ഇവിടെ ചെറിയ മഴ കാര്യങ്ങളൊക്കെ പെയ്ത് കഴിയുമ്പോഴേക്കും അത്യാവശ്യം തന്നെ മഞ്ഞ കാര്യങ്ങളൊക്കെ അന്നേരം തന്നെ കയറും. ഇവിടെ ചേട്ടാ, ഇവിടുന്ന് വണ്ടി കയറ്റി വിടില്ലല്ലേ? ചേട്ടാ, ഇവിടെ വണ്ടി കയറ്റി വിടില്ലോ? ആ, ഓൾമോസ്റ്റ് നമ്മൾ ഇല്ലിക്കക്കല്ലിൻ്റെ താഴ്ചയെത്തി ഗൈസ്. കോട കയറിയിരിക്കുന്നുണ്ടോ? മഴയൊക്കെ പെയ്തപ്പോഴത്തേക്കും ഏകദേശം നല്ലൊരു വ്യൂ ആട്ടോ. കയറ്റി വിടില്ലേ ചേച്ചി? മേലോട്ട് കയറ്റി വിടുമോ? മലയാളിയാണോ? ആ ചേട്ടാ, കയറ്റി വിടില്ലേ? നടന്നു പോണോ? എത്ര? 126. ജീപ്പൊന്നും വേണ്ട. ജീപ്പിന് എത്രയാ? എന്നാ എന്തോരം ദൂരം നടക്കാനുണ്ട്? 1.5 കിലോമീറ്ററാ ഗൈസ്. നമ്മുടെ ഇല്ലിക്കക്കല്ല് കയറുന്നതിനുള്ള പാസ് ഏകദേശം ഒരു 30 രൂപ ആണ്. ഇവിടെ നിന്ന് നടന്നു വേണം പോകാൻ. ഇതാണ് നമ്മുടെ ഇല്ലിക്കക്കല്ലിനുള്ള പാസ്. മഞ്ഞ ഓടുന്ന ഓട്ടം കണ്ടോ ഗൈസ്. നമ്മളിപ്പോൾ ഇല്ലിക്കക്കല്ലിൻ്റെ താഴ്വശം എത്തിയിട്ടുണ്ട്.
പോണ വഴിയൊക്കെ അത്യാവശ്യം ടാസ്ക് എന്ന് പറയാൻ നടന്നു പോകണം. ഞാൻ ജീപ്പ് വിളിച്ചില്ല, അപ്പോൾ നമ്മൾ നടന്നു പോകാൻ വേണ്ടി തീരുമാനിച്ചു. ഒരു 1.5 കിലോമീറ്റർ നടന്നായി. ഏകദേശം 1.5 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ടോപ്പിലെത്താവുന്നതാണ്. ഇപ്പം ഗൈസ് ഇവിടുന്ന് ജീപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്ത് എത്താനായിട്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ജീപ്പ് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല, നടക്കാൻ തന്നെ തീരുമാനിച്ചു. അപ്പോൾ എന്താണല്ലോ ഗൈസ് നമുക്ക് നടന്നെത്താം. എൻ്റെ മുന്നേ ഗൈസ് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ടും മടുത്തട്ടോ, ഉള്ളത് പറയാലോ. അപ്പോൾ ഗൈസ് ദേ നമ്മുടെ ഇല്ലിക്കലിലോട്ട് കയറി പോകണ വഴിക്കുന്നതുകൊണ്ട് കാണുന്നൊരു വ്യൂ കേട്ടോ. അത്യാവശ്യം മഞ്ഞ് കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. നമ്മുടെ താഴെ എവിടെയാണ് നമ്മുടെ വണ്ടിയൊക്കെ വെച്ചാക്കുന്നത്, പാർക്ക് ചെയ്താക്കുന്നത് ഗൈസ് അവിടെ. ഇപ്പോൾ ദേ എൻ്റെ പൊന്നെ ഗൈസ് ഒരു രക്ഷയില്ലാത്ത ഇതാട്ടോ. കാരണം വെച്ചാൽ അതുപോലെ കോട കയറിയേക്കോട്ടെ മൊത്തം താഴ്ഭാഗം. ഇത് കാണാൻ നിങ്ങൾക്ക് നല്ല കാറ്റുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇത് ഇല്ലിക്കല്ലിൻ്റെ താഴ്ഭാഗം കേട്ടോ. താഴ്ഭാഗം മീൻസ് നമ്മൾ കയറിപ്പോരുന്ന സ്ഥലം. മഞ്ഞ് പൊങ്ങി വരുന്ന വരവുണ്ട്. മഞ്ഞ് വരാൻ മെയിൻ കാരണം വെച്ചാൽ നമ്മൾ അത്യാവശ്യം ഇവിടെ മഴ കാര്യങ്ങളൊക്കെ ഒന്ന് തൂളിപ്പോയി കഴിഞ്ഞാൽ അതുപോലെ നല്ല കോടയായിരിക്കും ഇവിടെ. പെട്ടെന്ന് കോട കയറുന്ന സ്ഥലമാണ്. അതുപോലെ നല്ല ഉയരം കൂടിയൊരു സ്ഥലമായതുകൊണ്ട് പെട്ടെന്ന് കോട കയറും ഇവിടെ. മൊത്തം മൂടിപ്പോവും. ഇതൊക്കെ കാണും, നമ്മൾ വന്നപ്പോൾ കണ്ട മലനിരയാണ് ഇതേ കാണുന്നത്. ഇപ്പം ഫുള്ളും മഞ്ഞ് മൂടി, എന്താ പറയുക, ഫുള്ളും മഞ്ഞിൽ നിന്ന് കവറായി പോയി. ഇപ്പം നമുക്ക് അതുപോലെ പെട്ടെന്ന് വരുന്ന മഞ്ഞ്, അതുപോലെ പെട്ടെന്ന് പോകുന്നൊരു മഞ്ഞായിരിക്കും അത്. ഇപ്പം തന്നെ അത് മാറുകയും ചെയ്യും കേട്ടോ. ഗൈസ് നമ്മൾ ഏകദേശം താഴ്ന്നിട്ട് ഏകദേശം നടന്നിട്ടുണ്ട്. ഒരു 1.5 കിലോമീറ്ററാണ് ഇവർ പറഞ്ഞ ദൂരം. പക്ഷേ എനിക്ക് തോന്നുന്നത് അതിൽ കൂടെ ദൂരം ഉണ്ടെന്നാട്ടോ എനിക്ക് തോന്നുന്നത്. ശരിക്കും പറഞ്ഞപ്പോൾ മൊത്തത്തിൽ കോട കയറി മൂടിയിട്ടുണ്ട്. മേലെ ചെന്ന് കഴിയുമ്പം കല്ല് കാണാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയാൻ പാടില്ല. ഓൾറെഡി മഞ്ഞ് പയ്യെ മാറി തുടങ്ങുന്നുണ്ട്. മഴയൊക്കെ പയ്യെ മാറി, പയ്യെ അതുപോലെ തന്നെ വെയിലൊക്കെ തെളിഞ്ഞു തുടങ്ങി. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ നടന്ന് ഇല്ലിക്കക്കല്ലിൻ്റെ താഴ്ഭാഗത്ത് തിരിക്കുന്നു ഗൈസ്. ഓൾറെഡി നല്ല ടയേർഡാണ്. അപ്പോൾ ഗൈസ് നാളെ കടയ്ക്ക് എന്തെങ്കിലും വെള്ളമൊക്കെ മേടിച്ച് കുടിച്ചിട്ട് പിന്നെയും നടക്കാം. അപ്പോൾ ഗൈസ് നമ്മളിത് ഇല്ലിക്കല്ലിൻ്റെ താഴ്ഭാഗത്തിട്ടുണ്ട്. അപ്പം അയ്യോ ഇല്ലിക്കല്ല് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. അത്യാവശ്യം മേലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം എന്നാലും മേലോട്ട് നടക്കുവാണ്. ഇതേ കണ്ടില്ലേ, എന്തായാലും മേളിൽ ചെന്നുള്ള വ്യൂ നമുക്ക് കാണാം. അപ്പോൾ ഗൈസ് നമ്മളിത് കയറി നടന്ന വഴിയാണ് കേട്ടോ. ഇത് യെസ് പോലെ കിടക്കണ വഴി. നമ്മൾ അത്ര ദൂരം നടന്ന് ഗൈസ് ഏകദേശം എൻ്റെ മുകളിലോട്ട് പോവാണ് ഗൈസ്. ഫുള്ള് ഉരുളൻകല്ലുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നൊരു വഴിയാണ്. കയറിപ്പോൾ കുറച്ച് ടാസ്ക്കാണ് ഗൈസ്. മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് കുഴികളും മലകളും മാത്രമേ ഉള്ളൂ. ഗൈസ് നമ്മളതേ ഇല്ലിക്കക്കല്ലിൻ്റെ താഴ്ഭാഗത്തു നിന്ന് കയറി നടന്ന് കയറി ഏകദേശം ഇത് മുകളിലെത്തിട്ടോ. മുകളിൽ മറ്റേ കൈവരിയുടെ അതിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ ഇവിടെ ഉള്ളൊരു കൈവരിയാണ്. ഇപ്പോൾ ഗൈസ് നല്ല മഞ്ഞ് കയറിയിട്ടുണ്ട്. ഓൾറെഡി ഫുൾഡ് മഞ്ഞ് കവർ ചെയ്ത് നിൽക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ഈ സ്ഥലം. നമ്മുടെ ഇല്ലിക്കക്കല്ലിൻ്റെ ടോപ്പത്തി ഇതാണ് നമ്മുടെ ഇല്ലിക്കക്കല്ല് കേട്ടോ. ഓ ഗൈസ് അപ്പോൾ ഗൈസ് നമ്മുടെ ഇതേ ഇല്ലിക്കല്ലിൻ്റെ മുകളിൽ വന്നിട്ടോ. മുകളിൽ വന്നപ്പോൾ കാണുന്നൊരു വ്യൂ ഇതാട്ടോ. ഒരു രക്ഷയില്ല. നല്ല കോടയൊക്കെ കയറി ഏകദേശം നല്ലൊരു എന്താ പറയുക, നല്ലൊരു മഞ്ഞുണ്ട് കേട്ടോ. മഞ്ഞ് വെറുതെ ഈ കാണുന്നതൊക്കെ താഴെ കാണുന്നതൊക്കെ മഞ്ഞ് കെട്ടി കിടക്കണത്. നമ്മൾ വന്ന വഴികളൊക്കെയാണ് ഇത് താഴെ കൂടെ കാണുന്നത്, ഇതിൻ്റെ മഞ്ഞിൻ്റെ അടി. അല്ല നമ്മുടെ ഇല്ലിക്കക്കല്ല് ഇതാണ്. എപ്പോഴും ഇവിടെ ഈ ഒരു ക്ലൈമറ്റ് അല്ല, വേനൽ സമയമാകുമ്പോഴത്തേക്കും വേറൊരു വൈബാണ്. കല്ല് വൈബാണ് കാര്യം പറഞ്ഞാൽ കാണാൻ. നമ്മുടെ പൂഞ്ചിറയൊക്കെയാണ് ഇതെപ്പോഴും കാണുന്ന ആ ഭാഗങ്ങൾ പൂഞ്ചിറ. അതുപോലെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ ഇന്നൊരു
ഇട ദിവസം ആയതുകൊണ്ടാണ് തോന്നുന്നു ആളൊക്കെ അത്ര ഒരു ആളില്ല. ഞായറാഴ്ച ശനി ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല തിങ്ങി നിറഞ്ഞ ആൾക്കാരൊക്കെയാണ് ഇവിടെ. ഈ ഭാഗമുണ്ടോ, ഈ ഒരു ഭാഗത്ത് നിൽക്കാനുള്ളൊരു ഇട കാണില്ല ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ. അതുപോലെ ആൾക്കാരൊക്കെ ഉണ്ട്. അതായത് കല്ലിൻ്റെ തൊട്ടപ്പുറം 3 കല്ലുങ്ങണ്ടാണത് ശരിക്കും പറഞ്ഞാൽ. അതിൻ്റെ അപ്പുറം ഒരു കുരിശുണ്ട്. അതിൻ്റെ മണ്ടയ്ക്ക് കയറാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അതിൻ്റെ മണ്ടയ്ക്ക് കയറാൻ പറ്റിയിരിക്കും, അല്ലെങ്കിൽ അവിടെ കുരിശ് വെക്കില്ലല്ലോ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇതാണ് ഇല്ലിക്കക്കല്ല്. അതുപോലെ ഗൈസ്, നമ്മുടെ ഒരു ഫോട്ടോ പോയിൻ്റ് കേട്ടോ. കൈമറി ഇല്ലിക്കയിലായിരുന്നവർക്ക് അത്യാവശ്യം നല്ല സെറ്റായിട്ടൊരു നല്ല മഞ്ഞുള്ള ടൈമിലൊക്കെ എടുക്കാൻ പറ്റിയൊരു നല്ലൊരു വൈബാണ് ഇവിടെ. ഇവിടെ ഇതിൻ്റെ മുകളിൽ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇല്ലിക്കക്കല്ലിൽ നിന്ന് ഇറങ്ങും കേട്ടോ. ഇറങ്ങിപ്പോണ വഴി കേട്ടോ. ഫുള്ള് മഞ്ഞ് തുടക്കം തൊട്ട് തന്നെ മഞ്ഞുണ്ട്. പോകുമ്പോഴും മഞ്ഞ്. ഇപ്പോൾ ആണ് ഒരു വൈബ് കിട്ടുന്നത്. കാരണം വെച്ചാൽ അതിൻ്റെ മുകളിൽ നിന്ന് കാണുമ്പോൾ ഉള്ളൊരു വ്യൂ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ ഗൈസ്. ഇപ്പോൾ ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ മലയും കാര്യങ്ങളെല്ലാം തെളിഞ്ഞോ, എന്താ പറയുക, നല്ലൊരു ക്ലൈമറ്റാണ്. അതിൽ കുഴപ്പമില്ലാത്ത ഇപ്പം ഇന്നത്തെ നല്ലൊരു ക്ലൈമറ്റും കാര്യങ്ങളും കുറച്ച് ശോകമായിരുന്നു. എന്നാലും വേറെ വിഷയമൊന്നുമില്ല. എന്നാലും വേറെ ഒറ്റ വലിയ ആൾക്കാരില്ലാത്തതുകൊണ്ട് സമാധാനം ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ എൻ്റെ മണ്ടയിൽ കയറിപ്പോകാനും വലിയ സീനില്ലാണ്ടായി നിൽക്കാനൊക്കെ പറ്റി. അതുപോലെ അല്ലാത്ത സമയം ഞായറാഴ്ച ദിവസങ്ങളൊക്കെ പറയുന്ന പോലെ തന്നെ ഞായറാഴ്ചയൊക്കെ നല്ല തിരക്കാണ്. ഇപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിൽ ടാസ്ക് പിടിച്ച ദിവസമാണ്. കാരണം വെച്ചാൽ നല്ല തിരക്കും അതുപോലെ എപ്പോഴും നല്ല കുറേ ആൾക്കാരുണ്ടാവും. ഇന്ന് നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഗൈസ്, അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് എന്തായാലും നമ്മുടെ ചാനലിലോട്ടെല്ലാം ഉണ്ടാവും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.